CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് 12 ഇടങ്ങളിൽ നടത്തിയ റെയ്ഡിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖയിലൂടെയും ഡിജിറ്റൽ ഉപകരണങ്ങളുടെയും പരിശോധന ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. ഇതിൽ വീണ വിജയന്റെ ഫോൺ പരിശോധന നിർണായകമാകും. രേഖകൾ പരിശോധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വീണയ്ക്കും CMRLനുമായി ബന്ധപ്പെട്ടവർക്കും നോട്ടീസ് നൽകുമെന്നാണ് വിവരം. എക്സാലോജിക് ഇടപാടിന്റെയും CMRL വിവിധ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും അടക്കമുള്ളവർക്ക് പണം നൽകിയതിന്റെയും തെളിവുകൾ ഇതിനകം തന്നെ ED ശേഖരിച്ചിട്ടുണ്ട്. ആദായ നികുതി വകുപ്പ് ഇന്ററിം സെറ്റിൽമെന്റ് കമ്മീഷന്റെയും ഇതിനെ മുൻനിർത്തിയുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ റിപ്പോർട്ടും EDയുടെ പക്കലുണ്ട്. SFIO റിപ്പോർട്ടിലെ പരാമർശങ്ങൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയും പരാമർശിച്ചിരുന്നു. മാത്രമല്ല CMRLലെ മുതിർന്ന ഉദ്യോഗസ്ഥരെയെല്ലാം നേരത്തെ തന്നെ ED വിശദമായി ചോദ്യം ചെയ്യുകയും രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇതിൽ നിന്നാണ് എക്സാലോജിക്കിന് പുറമെ നടത്തിയ പണമിടപാടുകളുടെ വിവരങ്ങളും EDക്ക് ലഭിച്ചത്. റെയ്ഡിൽ നിന്ന് പിടിച്ചെടുത്തവയിൽ ഈ വിവരങ്ങൾക്ക് ശക്തിയേകുന്ന രേഖകളും തെളിവുകളുമാണ് ഇനി ED പരിശോധിക്കുക. അത്തരം ശക്തമായ തെളിവുകൾ ഉണ്ടെന്നാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ വ്യക്തമായത്. റെയ്ഡിൽ 242 അക്കൗണ്ടുകളിലായി 18.5 കോടിയോളം രൂപ ED മരവിപ്പിച്ചിരുന്നു. രേഖകൾ പരിശോധിച്ചതിനു ശേഷം റെയ്ഡ് സംബന്ധിച്ച് ED ഡയറക്ടറേറ്റിനുള്ള വിശദമായ റിപ്പോർട്ടും അന്വേഷണം നടത്തുന്ന കൊച്ചി സോണൽ ഓഫീസ് കൈമാറും. തുടർന്നായിരിക്കും വീണ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുക. ശരണസ് കർത്തയെയും CMRL ഉദ്യോഗസ്ഥരെയും വീണ്ടും ചോദ്യം ചെയ്യും. CMRL നിന്ന് 2.72 ലക്ഷം രൂപ എക്സാലോജിക്ക് കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ലഭിക്കുമെന്നാണ് EDയുടെ പ്രതീക്ഷ. വീണയെ കൊണ്ട് തന്നെ ഫോൺ തുറപ്പിച്ച് പരിശോധന നടത്തുന്ന കാര്യം ED ആലോചിക്കുന്നുണ്ട്. ഇത് സാധിക്കുന്നില്ലെങ്കിൽ സ്വന്തം നിലയിൽ ഫോൺ തുറക്കാനാണ് തീരുമാനം. അതിനിടെ മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ CMRL അപ്പീൽ നൽകി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെയാണ് കമ്പനി സമീപിച്ചത്. ED അന്വേഷണം തടയണമെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്നുമാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. കേസിൽ നിലവിൽ SFIO വിശദമായ അന്വേഷണം നടത്തുന്നുണ്ടെന്നും ഈ സാഹചര്യത്തിൽ EDയുടെ സമാന്തര അന്വേഷണം നിയമവിരുദ്ധമെന്നുമാണ് കമ്പനിയുടെ വാദം. അതേസമയം ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CPM പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി IP ബിനു അടക്കം 13 പ്രതികളെ ജൂൺ 12 വരെ റിമാൻഡ് ചെയ്തു. അതേസമയം ആക്രമണം നടത്തിയ ദിനകർ എന്ന CPM പ്രവർത്തകനെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 20ആയി. IP ബിനു ഉൾപ്പെടെ 6 പേർ കീഴടങ്ങുകയായിരുന്നു. ഒരാൾക്ക് നോട്ടീസ് നൽകി വിട്ടയച്ചു. ബാക്കിയുള്ളവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. News 18 കൊച്ചി, തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.